രഞ്ജിത്ത് തിരക്കഥ എഴുതി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. 1989 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പാർവതിയും ജയറാമുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അച്യുതക്കുറുപ്പ് എന്ന കഥാപാത്രമായി ഒരു അതിഥി വേഷത്തിൽ മോഹൻലാലും ഈ സിനിമയുടെ ഭാഗമായി. കൗമുദി മൂവീസിനു നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ. ഒരു കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിത്തന്ന സിനിമയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ഇന്നും എപ്പോൾ കാണുമ്പോഴും ചില പ്രേക്ഷകർ ആ സിനിമയെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. പല കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. സത്യത്തിൽ ഇന്ന് സിനിമയിൽ കാണുന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നില്ല ആ സിനിമയുടെ കഥ ഞാൻ ആദ്യം ആലോചിച്ചത്. ബസ്സിലെ കിളിയായിരുന്നു ആ കഥയിലെ പ്രധാന കഥാപാത്രം. ബസ്സിൻ്റെ മുതലാളിമാരായ 5 കുറുപ്പന്മാരുടെ ഒരു കുഞ്ഞിപ്പെങ്ങളുടെ കഥാപാത്രമുണ്ട്. ആ കിളിയും ഈ ആങ്ങളമാരുടെ പെങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും പിന്നെ അവർ പ്രണയത്തിലാകുന്നതും ആയിരുന്നു ഞാൻ അന്ന് ആലോചിച്ച സബ്ജക്റ്റ്. ഇതിലേക്കായി നായകനായി മോഹൻലാലിനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ലാലിനെ മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ കഥയുടെ ആശയം പറഞ്ഞു. ലാലിനെ കഥ ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ലാലിൻ്റെ മറുപടി, കൊള്ളാം, നല്ല കഥയാണ്, പക്ഷേ ഡേറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ 5-8 മാസത്തിനുള്ള പടങ്ങൾ കമ്മിറ്റ് ചെയ്തു. ഈ സിനിമ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വേറെ നായകനെ ആലോചിച്ചോളൂ, അല്ലെങ്കിൽ കുറച്ച് കാത്തിരിക്കുമെങ്കിൽ ഞാൻ ചെയ്യാം എന്നായിരുന്നു മറുപടി. ആ സമയത്ത് ജയറാം ഒരു അപ്കമിങ് ഹീറോയായിരുന്നു. എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ജയറാം. അങ്ങനെ ജയറാമിനെ ആലോചിച്ചു. അയാളെ വിളിച്ച് സംസാരിച്ചപ്പോൾ വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ലീഡിംഗ് ക്യാരക്ടറാണെന്ന് അറിഞ്ഞതോടെ ജയറാമിന് സന്തോഷമായി. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുമായൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ശ്രീനിവാസൻ ചെയ്യണം എന്ന ധാരണയിലായിരുന്നു ഞാൻ. ശ്രീനിയെ വിളിച്ചപ്പോൾ അയാൾ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പടത്തിനു വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലാണ്. ഞാൻ ശ്രീനിയോട് കഥ മുഴുവനായിട്ടില്ലെന്നും അതിനു മുൻപ് എനിക്ക് നേരിട്ട് കാണണമെന്നും പറഞ്ഞു. അപ്പോൾ ആരാണ് എഴുതുന്നതെന്ന് ശ്രീനി ചോദിച്ചു. അയാൾ ഫ്രീ ആണെങ്കിൽ അയാളെ കൊണ്ട് എഴുതിക്കാം എന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീനി ആ സമയത്ത് സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിന് കഥ എഴുതാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞത്. രഞ്ജിത്ത് അതുവരെ തിരക്കഥ എഴുതിയിരുന്നില്ല, പക്ഷേ എഴുതാൻ താല്പര്യമുണ്ടായിരുന്നു. രഞ്ജിത്താണെങ്കിൽ കുഴപ്പമില്ല, നന്നായിരിക്കും, എന്തായാലും പുതിയ എഴുത്തുകാർ വരട്ടെ എന്നായിരുന്നു ശ്രീനി പറഞ്ഞത്. അങ്ങനെ പിന്നീട് ശ്രീനിയെ കാണാൻ ഞങ്ങൾ പാലക്കാടേക്ക് പോയി. ശ്രീനിയോട് കഥ പറയുമ്പോൾ അയാൾ കൗതുകത്തോടെ കേട്ടിരുന്നു. എന്നാൽ കഥ പറഞ്ഞു കഴിഞ്ഞതും ബസ്സും ബസ്സിലെ കിളിയും ആണല്ലേ, പക്ഷേ നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി എഴുതിക്കൊണ്ടിരിക്കുന്ന കഥ കഴിയാറായെന്നും അതിൽ ബസ്സാണ് പ്രധാന കഥാപാത്രമെന്നും പറഞ്ഞു. കിളിയല്ല എന്നേ ഉള്ളൂ, മോഹൻലാലാണ് അഭിനയിക്കുന്നതെന്നും ആ കഥാപാത്രം ഒരു ബസ്സിൻ്റെ ഓണറാണെന്നും പറഞ്ഞു. വരവേൽപ്പ് എന്ന സിനിമയെക്കുറിച്ചായിരുന്നു ശ്രീനി പറഞ്ഞത്. കമൽ പറഞ്ഞു.